ഹായ്, ഞാൻ ഫിലിം എഡിറ്റർ സൂരജ് എസ്. വന്ന് ഞാൻ അല്ലു അർജുൻ ആഡിൻ്റെ എഡിറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലു അർജുൻ്റെ ഒരു ഫാമിലി സുഹൃത്ത് വന്നിട്ട് പുള്ളിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലു അർജുൻ വിളിച്ച് കാണിച്ചു കൊടുക്കണത്. ബാഹുബലി റിലീസായപ്പോഴാണ് മനസ്സിലായത് അത് പ്രഭാസായിരുന്നു വന്നത്. ഞാൻ ശരിക്കും പറഞ്ഞാൽ എഡിറ്റർ ആയത് ജോലി ചെയ്തു തുടങ്ങിയതിന് ശേഷമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ സ്വപ്നക്കോട് തിളക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു ആഡ് ഫിലിം അഡ്രസ്സ് കിട്ടിയത് എനിക്ക് ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള പങ്കജകസ്തൂരി ബ്രീത്ത് ഈസി എന്നുള്ള ഒരു ബ്രാൻഡായിരുന്നു. ഇവരില്ലാതെ, അതായത് ഡയറക്ടറും റൈറ്ററും ഒന്നും ഇല്ലാതെ ചില സീക്വൻസ് നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ഓൾറെഡി എഴുതി വെച്ചേക്കുന്നതല്ലാത്ത ഒരു വേർഷൻ നമുക്ക് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഹായ് ഹലോ, ജസ്റ്റ് മീറ്റ് ദ ആർട്ടിസ്റ്റിൽ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ സൂപ്പർ ഡൂപ്പർ എഡിറ്റർ സൂരജ് എസ് ആണ്. സൂര്യേട്ടാ, വെൽക്കം ടു ദി ഷോ. എന്താണ് ഈ ഭയങ്കര ഹിറ്റായിട്ട് സിനിമ പോയിക്കൊണ്ടിരിക്കുകയാണ്, ഈ മൊമെൻറ്റിൽ എന്താണ് ഫീൽ ചെയ്യുന്നത്? നമ്മളുടെ എന്താ പറയുക, കുറേ കാലത്തെ ഹാർഡ് വർക്കിന് കിട്ടുന്ന ഒരു ഹാപ്പി ടൈമാണ് ഇത് ശരിക്കും. മാക്സിമം ഹാപ്പിയാണ്. കുറേ പേര് കണ്ടിട്ട് എന്താ പറയുക, സാധാരണ ഒരു സിനിമ കണ്ടിട്ട് വിളിക്കുന്ന പോലെയല്ല, ഭയങ്കര ഇമോഷണലായിട്ടാണ് സംസാരിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷമുണ്ട്. വിളിച്ചു വെറുതെ നന്നായി എന്ന് പറയല്ല, അവർ ഓരോരുത്തരും എന്താ പറയുക കഥാപാത്രങ്ങളെ പറ്റി സംസാരിക്കുന്നുണ്ട്, ഡീകോഡ് ചെയ്ത് പറയുന്നുണ്ട്. അതെ, ഡീകോഡ് ചെയ്ത് പറയുന്നുണ്ട്. ഓരോരുത്തർക്കും ഓരോ ക്യാരക്ടറിനെ മനസ്സിലായിട്ടുള്ളത് പലതരത്തിലാണ്. അതെ, അപ്പോൾ അത് ചിന്തിക്കാൻ സമയം കിട്ടിയിട്ടുണ്ട്. അതല്ലെങ്കിൽ സിനിമ കണ്ടു കഴിഞ്ഞിട്ടും അതിനെപ്പറ്റി ചിന്തിക്കാൻ തോന്നുന്നുണ്ട് എന്ന് പറയുന്നത് നമുക്ക് വളരെ സന്തോഷമുള്ള കാര്യം. ഇപ്പോൾ ഹോൾ സിനിമയെക്കുറിച്ച്, ഇപ്പോൾ കിഷ്കിന്ധാകാന്ഡ ഹോൾ സിനിമയെക്കുറിച്ച് പറയുന്നതിനൊപ്പം തന്നെ ആളുകൾ എടുത്തതിൻ്റെ എഡിറ്റിങ് അല്ലെ മ്യൂസിക് എന്നൊക്കെ പറഞ്ഞ് എടുത്ത് അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നോ? അതിനെ എങ്ങനെയാണ് ശരിക്കും കാണുന്നത്? അതെ, നമുക്കിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സിനിമ കഴിയുമ്പോൾ അതിലത്തെ ടെക്നീഷ്യൻസിനെ ഓരോരുത്തരെയും വിളിച്ച ആൾക്കാർ സംസാരിക്കുക എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താ പറയുക, അതിൻ്റെ എന്താ പറയുക മേഖലയുടെ ഒരു മേന്മയായിട്ടാണ് കാണുന്നത്. എഡിറ്റിങ്ങിന് എനിക്ക് തോന്നുന്നു ഇത്രയ്ക്കധികം കോൾ ബാക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ. 10 വർഷമായല്ലേ? അതെ അതെ. ഈ കിഷ്കിന്ധാകാന്ഡത്തിൻ്റെ ഒരു ഫസ്റ്റ് നരേഷൻ എന്തായിരുന്നു ഓർമ്മയുണ്ട്? അപ്പോൾ ഡയറക്ടർ ആണെങ്കിലും റൈറ്റർ ആണെങ്കിലും എന്തായിരുന്നു സൂരജേട്ടനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കാര്യം എന്താ? ശരി, അല്ല, എനിക്ക് വായിക്കാൻ തന്നിട്ടുള്ള ഒരു കംപ്ലീറ്റഡ് സ്ക്രിപ്റ്റ് തന്നെയായിരുന്നു. ഫിനിഷ്ഡ് ആയിട്ടുള്ള സ്ക്രിപ്റ്റ് തന്നെയാണ് വായിക്കാൻ തന്നത്. വായിച്ചിട്ടാണ് നമുക്ക് കഥ ഇഷ്ടപ്പെടുന്നു, കഥ ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ സജഷൻസ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഒരു സിനിമയുടെ ഒരു പേസ്, ഇപ്പോൾ നമ്മൾ ഓൾറെഡി എഴുതുമ്പോൾ ഡയറക്ടറെയും അല്ലെങ്കിൽ മീൻസ് റൈറ്ററും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ നടന്ന ഒരു പേസ് ഫിക്സ് ചെയ്യുന്നുണ്ടാവും. ഇപ്പോൾ സൂരജേട്ടൻ്റെ അടുത്ത് എത്തുന്ന സമയത്ത് സൂരജേട്ടൻ്റെ ഇൻപുട്ട് ഈ സിനിമ ഈ ഒരു പേസിൽ പോകണം, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നു? അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് എഡിറ്റ് ചെയ്യുക, ഒന്ന് ട്രിം ചെയ്യാം എന്നുള്ളത് മാത്രമായിരുന്നു? അല്ല, ഈ പറയുന്ന പോലെ നമുക്കിപ്പോൾ എന്താ പറയുക, നമ്മൾ 2 പാർട്ടാക്കി തിരിക്കുകയാണെങ്കിൽ, ഫസ്റ്റ് ഹാഫും സെക്കൻഡ് ഹാഫും ആയിട്ട് തിരിക്കുകയാണെങ്കിൽ ഒരു സിനിമ താന്നു പോകുന്ന ചില സമയങ്ങളുണ്ടല്ലോ, അതുപോലെ ഒരു ഹൈപ്പ് വേണ്ട സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആ സ്ഥലങ്ങളിൽ അത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ട സജഷൻസ് നമ്മൾ പറയാറുണ്ട്. ഇപ്പം നമ്മൾ ഈ സിനിമയിൽ ഇപ്പോൾ സിനിമയുടെ ഒരു ഫ്ലോ അല്ലെങ്കിൽ ഒരു സസ്പെൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹൈഡ് ചെയ്ത് വെച്ചു. ഇപ്പോൾ സ്ക്രീൻ പ്ലേയിൽ ഓൾറെഡി ഉണ്ടെന്ന് വിചാരിക്കുക, അത് എഡിറ്റിൽ ഹൈഡ് ചെയ്ത സീക്വൻസുകൾ അങ്ങനെ റിവീൽ ചെയ്യാതെ പിന്നേക്ക് വെക്കാം എന്നൊക്കെ തിരിച്ച് സംഭവിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ വൈകി റിവീൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്ന സംഗതികൾ എഡിറ്റിൽ കുറച്ച് നേരത്തെ റിവീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ത്രില്ലർ സിനിമയിലുള്ളത് പോലെ എന്താ പറയുക, അമിതമായിട്ടുള്ള പ്രതീക്ഷ കൊടുക്കാതിരിക്കാനും ശ്രമിച്ചിട്ടുണ്ട്. അതെ, ഒരു എന്താ പറയുക ഭയങ്കര ഒരു ഇമോഷണൽ പോയിന്റിലേക്ക് എത്താതെ അല്ലെങ്കിൽ ഒരു സീറ്റ് അടിച്ച് പരിപാടിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടിയിട്ടും എഡിറ്റിൽ ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ആക്ച്വലി ഇപ്പോൾ സൂരജേട്ടൻ്റെ ഇൻപുട്ടാണോ അതോ ഓൾറെഡി? അല്ലല്ല, അത് ഓൾറെഡി അവർക്ക് അതിലൊരു കൃത്യമായിട്ടുള്ള തീരുമാനം ഉണ്ടായിരുന്നു. അതായത് ഞാൻ ഈ പറഞ്ഞ റിവീലിംഗ് നേരത്തെ ആക്കാം എന്ന് പറഞ്ഞതുപോലും എഡിറ്ററുടെ സൈഡിൽ നിന്ന് മാത്രം ഉണ്ടായിട്ടുള്ള കോൺട്രിബ്യൂഷൻ അല്ല. സിനിമ എഡിറ്റ് ആയതിനു ശേഷം, ഇപ്പോൾ ഫസ്റ്റ് കട്ട് കഴിഞ്ഞ് ഡബ് കഴിഞ്ഞ് ദെൻ ഒരു ഫൈനൽ ട്രിം കഴിഞ്ഞതിന് ശേഷം ഫൈനൽ സ്റ്റേജിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങളാണ് അതൊക്കെ. സിനിമ കണ്ട് RR നടന്നുകൊണ്ടിരിക്കുമ്പോൾ പോലും നമ്മൾ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പോൾ സൂര്യചേട്ടൻ പറഞ്ഞു സ്ക്രിപ്റ്റ് എത്തുന്ന സമയത്ത്, സൂര്യചേട്ടൻ്റെ അടുത്തേക്ക് എത്തുന്ന സമയത്ത് പഴയ കക്ഷിമണിപ്പിള്ളയേക്കാൾ കൂടുതൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് സ്ക്രിപ്റ്റിൽ. കൂടുതൽ വായിക്കാനും നമുക്ക് പ്രിപ്പയർ ചെയ്യാനും സമയം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു ഫസ്റ്റ് ജഡ്ജ്മെന്റ് എന്തായിരുന്നു? ഇപ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു എന്ന് പറയുന്ന സമയത്ത് ഒരു എഡിറ്റർക്ക് പോകെ ഇതിന്റെ ജഡ്ജ്മെന്റ് മാറിക്കൊണ്ടിരിക്കുമല്ലോ അല്ലേ? ആദ്യത്തെ ഒരു ജഡ്ജ്മെന്റ്, ഈ സിനിമയുടെ ഒരു ജഡ്ജ്മെന്റ് എന്തായിരുന്നു ആക്ച്വലി? ഇത് എന്ത് കൈൻഡ് ഓഫ്? എഡിറ്ററെ സംബന്ധിച്ച ആദ്യത്തെ സിനിമ കാഴ്ചയാണ് അത്. അതെ. അപ്പോൾ ഇത് തിയേറ്ററിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും ആൾക്കാർ കാണുക എന്നുള്ളത്
ഏറെക്കുറെ അതേ അവസ്ഥയാണ്. അപ്പോൾ അത് എന്നെ സംബന്ധിച്ച് അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഫസ്റ്റ് റീഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ വായിക്കുകയാണെങ്കിലും ഇപ്പോൾ ചിലപ്പോൾ റൈറ്റർ വായിക്കുകയായിരിക്കും ചെയ്യുക, അതല്ലെങ്കിൽ നമ്മൾ വായിക്കുകയാണെങ്കിലും അത് ഞാൻ മാക്സിമം നോട്ട് ഡൗൺ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് ആ സമയത്ത്. നമുക്ക് നമ്മൾ ഏകദേശം ഒരു ഇത്രാമത്തെ മിനിറ്റിലാണ് നിൽക്കുന്നത്, ഇത്രാമത്തെ സീനിലാണ്, ഇത്രാമത്തെ മിനിറ്റിലാണ്. അപ്പോൾ ആൾക്കാർ ചിലപ്പോൾ ഇന്റർവെല്ലിനോട് അടുക്കുമ്പോൾ ആൾക്കാരുടെ മൂഡ് എങ്ങനെയായിരിക്കും, ഇതൊക്കെ ഏകദേശം മനസ്സിൽ വെച്ചിട്ടാണ് വായിക്കാറ്. അപ്പോൾ ഉള്ളത് നോട്ട് ചെയ്ത് വെക്കലാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം പിന്നെ 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 നമ്മൾ ഒരു സീനിൽ തന്നെ മൾട്ടിപ്പിൾ തവണ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും, പല ആംഗിളുകളിൽ നിന്നുള്ള ഫുട്ടേജ് കാണും, നമ്മുടെ ജഡ്ജ്മെന്റ് പോകുന്ന ഒരു അവസ്ഥയിൽ എത്തുന്നു. ഈ ജഡ്ജ്മെന്റിന് എങ്ങനെ റിഫ്രഷ് ആയിട്ട് നിർത്താൻ എന്തെങ്കിലും ട്രിക്സ് എന്തെങ്കിലും ഉണ്ടോ? കാരണം ഏറ്റവും കൂടുതൽ തവണ ഈ സിനിമ കാണുന്ന ആളുകളിൽ ഒരാളാണ് എഡിറ്റർ അല്ലേ. ഇപ്പൊ നമ്മൾ ആദ്യം കാണുമ്പോൾ പിന്നീട് പിടികിട്ടൂല്ലോ അത് എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത്. അപ്പൊ അതിനെ ആ ഫ്രഷ്നെസ് കീപ്പ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാമല്ലോ. പ്രത്യേകിച്ച് ടെക്നിക്കുകളൊന്നുമില്ല. ഈ പറയുന്ന പോലെ സമയമുണ്ടെങ്കിൽ നല്ലതാണ് ശരിക്കും. അതായത് ഒരു ഗ്യാപ്പിന് ശേഷം ഈ ഡബിങ് നടക്കുന്ന സമയത്തൊക്കെ നമ്മൾ ആവശ്യമില്ലാതെ അതിലിടപെടാതിരിക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണുമ്പോൾ കുറച്ചും കൂടി ഒരു ഗ്യാപ്പ് കഴിഞ്ഞിട്ട് കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രഷ് ഫീൽ കിട്ടും. അതായത് ഫസ്റ്റ് കട്ട് കഴിഞ്ഞ ഒരു ബ്രേക്ക് എല്ലാ സിനിമയ്ക്കും ഒരു ഗ്യാപ്പ് എടുക്കും. സാധാരണ ഒരാളോട് ഇന്നും നാളെയും മറ്റന്നാളും ഒരേ ഷോ തന്നെ കാണാൻ പറഞ്ഞാലുള്ള ഒരു മടുപ്പ് ഉണ്ടാവില്ല, അത് എന്തായാലും എഡിറ്റർക്കും ഉണ്ടാവും. അപ്പൊ അതൊന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റിയാൽ നല്ലതാണ്. ഓക്കെ, അതാണ് അതിന് ചെയ്യുന്നത്. ഈ മ്യൂസിക് ഇപ്പൊ എഡിറ്റിങ്ങിന് നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് റെഫറൻസ് മ്യൂസിക് ഇടുക എന്ന് പറയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ. ഇപ്പൊ സൂര്യചേട്ടനെ സംബന്ധിച്ച് അവസാനം എഡിറ്റർ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് എത്ര, എഡിറ്റിംഗ് ടേബിളിൽ മ്യൂസിക്കിനുള്ള ഇമ്പോർട്ടൻസ് എത്ര? ഫസ്റ്റ് കട്ട് കഴിഞ്ഞതിന് ശേഷം, ഫസ്റ്റ് കട്ടല്ല സോറി, ഇപ്പൊ ട്രിമ്മിങ് ആണെങ്കിലും ഒരു ഫസ്റ്റ് ലെവൽ ട്രിമ്മിങ് കഴിഞ്ഞതിന് ശേഷമേ നമ്മൾ മ്യൂസിക് പ്ലേസ് ചെയ്യാറുണ്ട്. ആദ്യമേ തന്നെ മ്യൂസിക് വെച്ചിട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മുടെ അറ്റൻഷൻ ഡൈവേർട്ടായി പോകും. അപ്പോൾ അതുകൊണ്ട് ഒരു ബേസിക് സ്ട്രിമ്മിങ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ മ്യൂസിക് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ എന്താ പറയുക, ആ മൂഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കറക്റ്റ് ചേഞ്ച് ഓവറുകളൊന്നും കിട്ടില്ല, കാരണം നമ്മളുടെ കണ്ടന്റിനനുസരിച്ചുള്ള ചേഞ്ച് ഓവറുകളൊന്നും കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഏറെക്കുറെ മാച്ച് ചെയ്യുന്ന ഒരു മ്യൂസിക് വെച്ചിട്ട് നമ്മൾ ചെയ്യാറുണ്ട്. ഓക്കെ, ഇപ്പോൾ ലാസ്റ്റ് വന്ന 2 സിനിമകൾ തലവനാണെങ്കിലും കിഷ്കിന്ദകാണ്ടാണെങ്കിലും ഒരു ത്രില്ലർ സ്വഭാവമുള്ള സിനിമകളാണ്. അപ്പോൾ ആളുകളെ എങ്ങനെ എക്സൈറ്റ് ആക്കി നിർത്തുന്ന ജോണർ സിനിമകളോടാണോ കൂടുതൽ? സൂര്യചേട്ടനെ അങ്ങനെയല്ല, എനിക്കിപ്പോൾ അവസാനം സംഭവിച്ച ഒരു 2-3 സിനിമകൾ ഞാൻ ആദ്യം ചെയ്തു വന്നിരുന്ന സിനിമകളിൽ നിന്ന് ടോട്ടലി മാറിയിട്ടുള്ള 2023 തൊട്ട് സംഭവിച്ച അങ്ങനെയായിരുന്നു. ഇത് തൊട്ട് പിന്നെ പെൻഡുലം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്തു. നല്ല അഭിപ്രായം. അതെ, പെൻഡുലം റിലീസ് ചെയ്തതിന് ശേഷം പിന്നീടാണ് OTT വന്നതിന് ശേഷം പല ആൾക്കാരും കണ്ടിട്ട് ഈ ടൈം ട്രാവൽ പോലത്തെ ഒരു പരിപാടിയാണ്. ഹിന്ദിയിൽ നിന്നും അതുപോലെ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നൊക്കെ അങ്ങനെ പലതരത്തിലുള്ള റിവ്യൂസ് ഒക്കെ വന്നിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ പോലെ അതൊരു എക്സ്പെരിമെന്റൽ പരിപാടിയായിരുന്നു. എന്ത് ജോണർ സിനിമകളോടാണ് ഇപ്പോൾ ഒരു സീറ്റ് അടിച്ച് ത്രില്ലർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇന്ന ജോണർ സിനിമകളാണ് റിപ്പീറ്റ് ആവാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അതായത് ഒരു ഏരിയയിൽ പെടാതെ നമുക്ക് എല്ലാം ഹാൻഡിൽ ചെയ്യാൻ പറ്റലാണ് നല്ലത്. ഒരെണ്ണം ചെയ്ത് പിന്നത്തെ അതുപോലെ തന്നെ ആവാതിരിക്കലാണ് ഏറ്റവും നല്ലത്. ഓക്കെ, ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ കിഷ്കിന്ദകാണ്ട് എനിക്ക് ഓണം റിലീസായിരുന്നു. ഇങ്ങനത്തെ ഒരു ജോണർ സിനിമ ഓണത്തിന് റിലീസ് ചെയ്യാന്ന് പറയുന്നത് ഒരു സെലിബ്രേഷൻ മൂഡാണല്ലോ. ചേട്ടൻ്റെ ആദ്യത്തെ സിനിമ നോക്കുകയാണെങ്കിൽ വെള്ളിമൂവിയാണ്. ഈ 2 സിനിമകൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, വലിയ ഹൈപ്പ് ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ മനസ്സിലായി, അതെൻ്റെ പേഴ്സണൽ ഓണമായിട്ട് വലിയ സിനിമകൾ വേറെ 1-2 സിനിമകൾ ഉണ്ടായിരുന്നു. അതിൻ്റെ ഒപ്പം വളരെ മൈൽഡായിട്ട് വന്ന സിനിമകളാണ്. വെള്ളിമൂവിയാണെങ്കിൽ ആദ്യത്തെ സിനിമ അതുപോലെ തന്നെ വലിയ ഹൈപ്പ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു ചേട്ടൻ ആദ്യമായിട്ട് ഹീറോ പരിവേഷത്തിലേക്ക് വരുന്നൊരു സിനിമ എന്നുള്ളതാണ്. 2 സിനിമകളും മൗത്ത് പബ്ലിസിറ്റിയിൽ കയറിയതാണ്. അതിൻ്റെ ഒരു സന്തോഷം ഫേസ് ചെയ്തിട്ടുള്ള ആളാണ് അല്ലേ? ഈ ആളുകളുടെ ഇപ്പം സിനിമ കാണുന്ന ഓഡിയൻസിനെ എഡിറ്റിംഗ് ടേബിളിൽ എത്രത്തോളം മനസ്സിലേക്ക് എടുക്കാറുണ്ട്? എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിപ്പം നാളെ പ്രേക്ഷകരിലേക്ക് എത്തുന്നു, അവരെ എത്രത്തോളം കൺസിഡർ ചെയ്യും? 100% അവരെ കൺസിഡർ ചെയ്തിട്ടാണോ, എങ്ങനെയാണ് അത്? അല്ല, നമുക്ക് അതിലൊരു പരിധി വിട്ടിട്ടുള്ള ജഡ്ജ്മെന്റ് ഒന്നും നടക്കില്ല. അങ്ങനെ ജഡ്ജ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇവിടെ എന്താ വിജയിക്കുന്ന സിനിമകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അതെന്തായാലും നടക്കില്ല. ഒരു പരിധി വരെ നമുക്ക് എന്താ പറയാ, ഒരു ട്രെൻഡ് അതല്ലെങ്കിൽ ഇപ്പോഴത്തെ ആൾക്കാരുടെ സിനിമ കാണൽ എന്നുള്ളതിനൊക്കെ മനസ്സിലാക്കിയിട്ട് ചെയ്യലേ നടക്കുള്ളൂ. ഓക്കെ, ഇപ്പോൾ എഡിറ്റർ, നമ്മളിപ്പോൾ പൊതുവെ സംവിധായകനാവാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ മ്യൂസിക് ആക്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്, അങ്ങനെ പലതരം ആഗ്രഹങ്ങളായിരിക്കുമല്ലോ സിനിമയിലേക്ക് ആളുകളെ അടുപ്പിക്കുന്നത്. അപ്പോൾ എഡിറ്റർ എന്നുള്ളൊരു ആഗ്രഹം ഏത് പ്രായത്തിലായിരിക്കും, അല്ലെങ്കിൽ എഡിറ്റ് ചെയ്ത് ആ ഒരു? ഞാൻ ശരിക്കും പറഞ്ഞാൽ എഡിറ്റർ ആയത് ജോലി ചെയ്തു തുടങ്ങിയതിന് ശേഷമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ശരിക്കും ഒരു തൃശ്ശൂർ, എൻ്റെ നാട് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഒരു അഡ്വർടൈസ്മെന്റ് ഏജൻസിക്ക് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് പ്രസന്റേഷൻസ് ചെയ്യാറുണ്ടായിരുന്നു. അവർക്ക് മറ്റേ എന്താ പറയുക, ക്ലയന്റിന് പ്രസന്റ് ചെയ്യാനുള്ള പ്രസന്റേഷൻസ്. അപ്പോൾ ആദ്യം പവർ പോയിന്റിൽ ചെയ്തു തുടങ്ങി, പിന്നെ അത് കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഫ്ലാഷിൽ ആക്കി തുടങ്ങി.
അത് കഴിഞ്ഞ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അന്ന് എൻ്റെ ഏട്ടൻ്റെ ഒരു സുഹൃത്ത് രഞ്ജിത്ത് കുമാർ എന്ന് പറഞ്ഞൊരു ആളുണ്ട്. രഞ്ജിത്ത് ഏട്ടനാണ് പറഞ്ഞത് ഇങ്ങനെ ചേതനയിൽ ഒരു കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, തൃശ്ശൂർ ചേതനയിൽ. ഫിലിം എഡിറ്റിംഗ് ആണ് കോഴ്സ്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ വിഷ്വൽ മീഡിയ ഹാൻഡ്ലിങ്ങിൻ്റെ ഫൈനൽ കട്ട് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറിൻ്റെ കോഴ്സ് ട്രെയിനിങ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് സമയമുള്ളൂ, ഒരു 6 മാസത്തിൽ താഴെയുള്ളൂ കോഴ്സ്. അപ്പോൾ അതൊന്ന് ടൂള് പഠിച്ചിരുന്നുള്ളൂ. ഞാൻ ബേസിക്കലി കമ്പ്യൂട്ടറാണ് പഠിച്ചേക്കുന്നത്. അപ്പോൾ ടൂള് പഠിച്ചിരിക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ ഞാൻ ഈ ഒരു പർപ്പസിന് വേണ്ടി മാത്രമാണ് ഈ അഡ്വർടൈസ്മെൻറ്റ് ഏജൻസിയുടെ വർക്കുകൾ ഹാൻഡിൽ ചെയ്യുക എന്നുള്ള ജോലിയുടെ ഭാഗമായിട്ട്. മീൻസ് ഞാനപ്പോൾ അത് വീട്ടിലുള്ള കമ്പ്യൂട്ടറിൽ വെച്ചിട്ട് തന്നെ ചെയ്തുകൊണ്ടിരുന്നിരുന്നു. ആ ഒരു ആംഗിളിൽ മാത്രമേ ഞാൻ അതിനെ കണ്ടിട്ടുള്ളൂ. പക്ഷെ ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അപ്ഡേറ്റ് ആയി അല്ലേ സോഫ്റ്റ്വെയറുകൾ. ഈ സോഫ്റ്റ്വെയർ പഠിച്ചു പറഞ്ഞാൽ ഇത് ശരിക്കും വലിയൊരു മാറ്റമായിരുന്നു, ഇൻഡസ്ട്രിയിൽ ഒരു ഭയങ്കര മാറ്റമായിരുന്നു. അതായത് അനലോഗ് അതായത് ഫിലിമിൽ നടന്നുകൊണ്ടിരുന്ന പ്രോസസ്സ് ഡിജിറ്റലിലേക്ക് മാറുന്നതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആയിരുന്നു. അവിടെ ആ കോഴ്സ് തുടങ്ങിയിട്ട് എനിക്കാണ് ഞാൻ 2ാമത്തെ 3ാമത്തെ ബാച്ചാണ്. നമുക്ക് ഈ ഹിസ്റ്ററി അറിയില്ല, ഫ്യൂച്ചർ അറിയില്ല ആ സമയത്ത്. അതിനെക്കുറിച്ച് അത്ര നമ്മൾ പ്രിപ്പയർഡ് അല്ല. അങ്ങനെ ഞാൻ ഈ കോഴ്സ് പഠിക്കുന്നു, എൻ്റെ ഉദ്ദേശം കഴിഞ്ഞു. കോഴ്സ് പഠിച്ചു കഴിഞ്ഞു, ഞാൻ അവിടെ നിന്ന് തിരിച്ചു ജോലിക്ക് വേണ്ടിയിട്ട് ഈ പറയുന്ന വർക്കിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് പഠിച്ചതിൻ്റെ എക്സ്പീരിയൻസിൽ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞു പരിപാടികളൊക്കെ ചെയ്യുന്നു. അങ്ങനെ ഒരു ദിവസം പിന്നത്തെ ഒരു 6 മാസം ഒന്നും സംഭവിച്ചില്ല. 2002 എൻ്റെ ഓർമ്മ കോഴ്സ് ചെയ്തത്. 2003 എറണാകുളത്തൊരു സ്റ്റുഡിയോയിൽ നിന്ന് വിളി വരുന്നു. ഞങ്ങളുടെ ബാച്ചിൽ അന്ന് 6 പേരോ മറ്റോ എഡിറ്റിംഗ് കഴിഞ്ഞിരുന്നത്. അപ്പോൾ ആ 6 പേരെയും ഇൻ്റർവ്യൂവിന് വിളിച്ചിട്ടുണ്ട്. എറണാകുളത്തിൽ ലാൽ സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ട് സ്ഥലത്തു നിന്നാണ് വിളിച്ചേക്കുന്നതെന്ന് പറയുന്നത്. അപ്പോഴും ഞാൻ എങ്ങടാ പോണത് എന്താ ഒരു പിടിയില്ല. അങ്ങനെ അവിടെ ചെന്നു, ഞാൻ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു. അപ്പോൾ ഞാൻ കയറി ചെല്ലുമ്പോൾ അവിടുത്തെ നോട്ടീസ് ബോർഡിൽ സ്വപ്നക്കോട് തിളക്കം എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് എന്താ പരിപാടി എന്നുള്ളത് എനിക്ക് അപ്പോഴും അറിയില്ല. അങ്ങനെ അവിടെ ചെന്ന് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് പിന്നത്തെ ദിവസം എനിക്ക് കോൾ വന്നു, ജോയിൻ ചെയ്തോളാൻ പറഞ്ഞിട്ട് കോൾ വന്നു. ഞാൻ അവിടെ എത്തുമ്പോഴാണ് അവിടെ ഫൈനൽ കട്ട് പ്രോ അല്ല, അവിടെ അവിഡാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവിഡ്. പക്ഷെ അവിടെ സിനിമകളിൽ ലാൽ ക്രിയേഷൻ്റെ സിനിമകൾ നടക്കുന്നുണ്ട്. ചെന്ന സമയത്തായിരുന്നു ചതിക്കാത്ത ചന്തു, പുലിവാൽ കല്യാണം, ആ സിനിമകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറേ സിനിമകൾ. ആ സിനിമകളൊക്കെ ഫിലിമിലല്ലേ? അതെ, അന്ന് ഫിലിമിൽ തന്നെയാണ്. അന്ന് ഡിജിറ്റലിലേക്ക് മാറിയിട്ടില്ല. പക്ഷേ എഡിറ്റ് പ്രോസസ്സ് നോൺ ലീനിയർ ആയി. അതായത് ഈ ഫൈനൽ കട്ട് പ്രോ എന്നുള്ള സോഫ്റ്റ്വെയറിലേക്ക് മാറിയിരുന്നു. നമ്മൾ കമ്പ്യൂട്ടറിൽ എഡിറ്റ് ചെയ്ത് അത് വെച്ച് ജനറേറ്റ് ചെയ്യുന്ന കട്ട് ലിസ്റ്റ് വെച്ചിട്ട് ഫിലിം നെഗറ്റീവ് കട്ട് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പൊ ആ ഡിജിറ്റലൈസേഷന്റെ തുടക്കത്തിൽ തന്നെ ഒരു ട്രാൻസിഷൻ പീരീഡ് ആയിരുന്നു ശരിക്കും. അതിന്റെ സ്റ്റാർട്ടിങ് നമ്മൾ എത്തിയത് കൊണ്ടാണ് നമുക്ക് മീൻസ് കരിയറിൽ ഒരു ബെനിഫിറ്റ് ഉണ്ടായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഈ ലാൽ മീഡിയയിൽ എത്ര കാലം ഉണ്ടായിരുന്നു? ലാൽ മീഡിയയിൽ 2003 മുതൽ 2009 വരെ ലാൽ മീഡിയയിൽ ഉണ്ടായിരുന്നു. ഓക്കെ, അവിടുന്ന് ഇപ്പൊ ലാൽ മീഡിയ കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു 5-6 വർഷം എടുത്തില്ല ആദ്യത്തെ ഇൻഡിപെൻഡന്റ് സിനിമ അല്ലേ? 6 വർഷമല്ല, ഞാൻ 2003 ഇൻഡിപെൻഡന്റ് സിനിമയിൽ 2014. അപ്പൊ 2009 ഇറങ്ങി. പിന്നെ അതിന്റെ ഇടയിൽ ഞാൻ ആദ്യമേ തൊട്ട് ട്രailerകളും അഡ്വർടൈസ്മെന്റ്സും ആയിരുന്നു കൂടുതലും ചെയ്തുകൊണ്ടിരുന്നത്. ലാൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഒരു 2 വർഷം 3 വർഷം എക്സ്പീരിയൻസ് ആയപ്പോൾ സിനിമയിലൊക്കെ അസിസ്റ്റ് ചെയ്ത് തുടങ്ങി. അതായത് അന്ന് എഡിറ്റർ ഉണ്ടാവും, മീൻസ് ഫിലിം എഡിറ്റർ ഉണ്ടാവും. അവര് ഫിലിം നെഗറ്റീവ് ഹാൻഡിൽ ചെയ്ത് തരുന്ന പണ്ടത്തെ എഡിറ്റേഴ്സ്. ഈ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഓപ്പറേറ്റ് ചെയ്യുന്നത് ചിലപ്പോൾ നമ്മളായിരുന്നു. അങ്ങനെ അസിസ്റ്റന്റ് എഡിറ്റർ ലൊക്കേഷനിൽ ഉണ്ടാവോ? ഇല്ല, അന്ന് സ്പോട്ട് എഡിറ്റ് എന്നുള്ള പ്രോസസ് ഇല്ല. പോസ്റ്റില്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് അസിസ്റ്റന്റ് ആയ ആദ്യത്തെ ഞാൻ വി സാജ് എന്നുള്ള എഡിറ്ററുടെ കൂടെ 1-2 ഫിലിമുകളിൽ അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്തു. പിന്നെ കയ്യൊപ്പ് പോലുള്ള സിനിമകളിലൊക്കെ അസിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ബീനോപോളായിരുന്നു എഡിറ്റർ. ഓക്കെ, അസിസ്റ്റ് ചെയ്തു. അതെ. അപ്പം അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ പരസ്യത്തിൻ്റെ കേസ് പറഞ്ഞല്ലോ, എനിക്ക് തോന്നുന്നു 1000 എബോവ് പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് അല്ലേ? ഏതൊക്കെ ബ്രാൻഡുകൾ എനിക്ക് കേരളത്തിലൊരു വിധപ്പെട്ട എല്ലാ ബ്രാൻഡുകളും വർക്ക് ചെയ്തിട്ടുണ്ട്. എനിക്ക് ആദ്യകാലങ്ങളിൽ ഞാൻ ചെയ്തിട്ടുള്ള, ഇപ്പോൾ എനിക്ക് തുടങ്ങിയത് മീൻസ് ഒരു ആഡ് ഫിലിം അഡ്രസ്സ് കിട്ടിയത് എനിക്ക് ലാലേട്ടൻ അഭിനയിച്ചിട്ടുള്ള പങ്കജകസ്തൂരി ബ്രീത്ത് ഈസി എന്നിട്ടുള്ള ഒരു ബ്രാൻഡായിരുന്നു ആദ്യകാല കമേഴ്ഷ്യലുകളിൽ വേട്ട. VI ഫിലിംസ് എന്ന് പറഞ്ഞിട്ട് വിനോദാണ് ഡയറക്ട് ചെയ്തിരുന്നത്. അമൽ നീരദായിരുന്നു അന്ന് DOP കമേഴ്ഷ്യലിന്റെ. അടിപൊളി. പടം ചെയ്തിട്ടില്ല അല്ലേ? ഇല്ല, സിനിമ ചെയ്തിട്ടില്ല. അല്ല, എനിക്ക് ഉറപ്പില്ല, കമ്പനിയൊക്കെ സംഭവിച്ചോന്ന് എനിക്ക് ഉറപ്പില്ല. അതാണ് ആദ്യകാല പരസ്യങ്ങൾ. പിന്നെ അന്നത്തെ എനിക്ക് തോന്നുന്നു പോപ്പി മാത്യു പോൾ സാർ ഉണ്ട്, അഡ്വർടൈസ്മെന്റ് ഇൻഡസ്ട്രിയിലെ ഭയങ്കര സീനിയർ കക്ഷിയാണ്. പുള്ളി മരിച്ചുപോയി. പുള്ളിയുടെ കുറേ കമേഴ്ഷ്യൽസ് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. വനിത, അതുപോലെ SD ഫാർമസിയുടെ സോപ്പ്, അങ്ങനെ കുറേ കമേഴ്ഷ്യൽസ് അന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ,
പുള്ളിയുടെ കൂടെയൊക്കെയുള്ള വർക്കിംഗ് ഭയങ്കര രസമായിരുന്നു കേട്ടോ. എന്ത് പറയാമോ ഒന്ന് കേൾക്കാം. പുള്ളി പടയോട്ടത്തില് അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നു പുള്ളി. ഓ അപ്പൊ പുള്ളിയുടെ അന്നത്തെ ഒരു കഥകള് കഥകള് പുള്ളി പറയാറുണ്ട്. ഭയങ്കര രസം. മറ്റേ എന്റെ മഴയ്ക്ക് എന്റെ പോപ്പി എന്നൊക്കെ പറഞ്ഞുള്ള പരസ്യം, അതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ കണ്ടിട്ടുള്ളതാണ്. അതെ അതെ അതൊക്കെ ഡയറക്ട് ചെയ്തിട്ടുള്ള. ഓക്കെ, ലെജൻഡ് ആയിരുന്നു. അതെ അതെ, ഉറപ്പായിട്ടും. അപ്പോൾ ഈ പരസ്യത്തിൽ നിന്ന് ഇപ്പോൾ പരസ്യം വിത്തിൻ സെക്കൻഡ്സ് അല്ലെങ്കിൽ വിത്തിൻ മിനിറ്റ്സ് നമ്മൾ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇതിൻ്റെ രണ്ടിന് ഇപ്പോൾ സിനിമയും പരസ്യം തമ്മിലുള്ള എഡിറ്റിംഗ് പ്രോസസ്സുകൾ രണ്ട് രീതിയായിരിക്കുമല്ലോ. എന്താ തമ്മിലുള്ള ഒരു പ്രധാനപ്പെട്ട വ്യത്യാസമായിട്ട് എഡിറ്റർ എന്ന നിലയിൽ തോന്നുന്നത്? പരസ്യത്തിൽ അതാണ്, നമുക്ക് വളരെ ലിമിറ്റഡ് സമയത്തിൻ്റെ ഉള്ളിൽ കഥ പറയാന്നുള്ളൊരു സംഗതിയുണ്ട്. ഇപ്പോൾ 30 സെക്കൻഡിൻ്റെ ഉള്ളിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതിൻ്റെ ഉള്ളിലും ഈ പറഞ്ഞ പോലെ എന്താ പറയുക, ക്ലയൻറ്റ് അല്ലെങ്കിൽ ബ്രാൻഡിന് ഒരു പ്രയോറിറ്റി ഉണ്ടാവും എപ്പോഴും, അവരുടെ പ്രൊഡക്റ്റ് മാക്സിമം വിസിബിലിറ്റി അങ്ങനെയുള്ള. അപ്പോൾ അത് അത്രയും നാച്ചുറൽ ആയിക്കൊള്ളൊന്നുമില്ല, കുറച്ച് കൂടിയ അളവിലാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ പരസ്യത്തിനുള്ളൊരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ള കണ്ടന്റിലുള്ള പുതുമ ഉണ്ടല്ലോ. പെട്ടെന്ന് തീരും, ഒരാഴ്ച കൊണ്ടൊക്കെ നമുക്ക് അതിന്റെ പ്രോസസ്സുകൾ തീരും. നമ്മൾ പെട്ടെന്ന് ഓരോ പ്രൊജക്റ്റ് ചെയ്യുന്ന അടുത്തേക്ക് സ്വിച്ച് ആവും. അപ്പോൾ നമുക്ക് ജോലി മടുക്കുന്നില്ല. സിനിമ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു വർഷത്തൊക്കെ സമയം എടുത്തിട്ടാണ് നമ്മൾ, ഇപ്പോൾ വായനയും കൂടി കണക്കാക്കിയാൽ ചിലപ്പോൾ അതിലും കൂടുതൽ സമയം എടുക്കുന്നുണ്ട്. ഈ എന്താ പറയുക, നമ്മൾ ഒരു മരം നട്ട് 10-ാം വർഷം കായ്ഫലം ലഭിക്കുന്നു എന്ന് പറഞ്ഞ പോലെയാണ് സിനിമയുടെ പ്രോസസ്. അത് എഡിറ്ററുടെ കാര്യം ഇങ്ങനെ, അപ്പോൾ ഡയറക്ടറുടെ റൈറ്ററുടെ കാര്യം ആലോചിച്ചു, അവരപ്പോൾ അതിനെടുക്കുന്ന എഫർട്ട് ഭയങ്കര വലുതാണ്. ഈ ഇത്രയും പരസ്യങ്ങൾ ചെയ്തു. ആദ്യത്തെ ഇൻഡിപെൻഡന്റ് സിനിമ വെള്ളിമൂങ്ങ നമ്മൾ ഓൾറെഡി പറഞ്ഞു. അതിലേക്ക് ആ ഒരു ട്രാവൽ എങ്ങനെയാണ് അങ്ങോട്ട് എത്തുന്നത്? വെള്ളിമൂങ്ങ ശരിക്കും ഞാൻ 2009 ലാൽ മീഡിയയിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം പിന്നെ അധികം സിനിമാ പരിപാടികൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. പരസ്യവും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ജിബു ജേക്കബിനെ എനിക്ക് കുറേ മുന്നേ പരിചയമുണ്ട്. അതായത് DOP ജിസ് ജോയുടെ ആദ്യത്തെ കമേഴ്ഷ്യൽസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് ജിബു ചേട്ടനാണ്. പിന്നെ ജിബു ചേട്ടൻ ഒരു ഡയറക്ഷൻ പ്ലാനായിട്ട് മൂവ് ചെയ്യുന്നു. ഞാൻ ഇതൊന്നും അറിയുന്നില്ല. അങ്ങനെ ജിബു ചേട്ടന് വെള്ളിമൂങ്ങയുടെ പ്രൊജക്റ്റ് ഒരു പ്രൊഡ്യൂസർ ജിബു ചേട്ടനെ ഒഴിവാക്കുന്നു. ആ കൂട്ടത്തിൽ ഒരു എഡിറ്ററും ജിബു ചേട്ടനെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നില്ല. അങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടാവുന്നു. അങ്ങനെ ജിബു ചേട്ടൻ വേറൊരാളെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ജിബു ചേട്ടൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അസോസിയേറ്റ് ആംബ്രോസ് എന്ന് പറഞ്ഞിട്ട്. ആംബ്രോസ് ആണ് ഒരു ദിവസം എൻ്റെ പേര് പറയുന്നത്. അപ്പോൾ ജിബു ചേട്ടനും എന്നെ നല്ലോണം അറിയാം. അപ്പോൾ ജിബു ചേട്ടൻ ഞാനത് മറന്നിരിക്കുകയായിരുന്നു സത്യത്തിൽ എന്ന് പറഞ്ഞ. ഇങ്ങനെ ഒരു ദിവസം ജിബു ചേട്ടൻ വെറുതെ ഞങ്ങൾ സ്റ്റുഡിയോൻ്റെ അവിടെ വന്നു. അന്ന് ഫ്രീ ആണോ എന്ന് ചോദിച്ചു. ഫ്രീ ആണെന്ന് പറഞ്ഞു. സ്ക്രിപ്റ്റ് വന്നു, വായിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്താ പറയാ, പടം ഓണായിരുന്നു. അപ്പം പടം ഏറെക്കുറെ ഓണായിരുന്നു. അതായത് രണ്ടാമത് അത് ജിബു ചേട്ടൻ ബിജു മേനോനെ മാറ്റി വർക്ക് ചെയ്യില്ല എന്നുള്ളൊരു പിടിവാശിയിലായിരുന്നു. അങ്ങനെ അവസാനം പ്രൊജക്ട് ഓണാവുന്ന സമയത്താണ് ഞാനും പിന്നാവുന്നത്. ഈ തമാശ സിനിമകൾ എഡിറ്റ് ചെയ്യാൻ കുറച്ചുകൂടെ എന്താ അതിൻ്റെ ഒരു പ്രോസസ്സ്? അത് ഇത്തിരി ആക്ച്വലി ജിബു ജേക്കബിൻ്റെ പ്രൊജക്റ്റുകളിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു പ്ലസ് എന്താണെന്ന് വെച്ചാൽ, പുള്ളി ആവശ്യത്തിനുള്ളതേ ഷൂട്ട് ചെയ്യുള്ളൂ. ക്യാമറാമാൻ ആയതുകൊണ്ടും പിന്നെ പുള്ളിക്ക് ഈ പറയുന്ന പോലെ കുറേ അധികം ഷൂട്ട് ചെയ്ത് അതിൽ നിന്നൊരു വേറൊരു ഡിസൈൻ ഉണ്ടാക്കുക എന്നുള്ള പ്രോസസ്സ് പുള്ളിയുടെ ഇതിലില്ല. പുള്ളി വളരെ കറക്റ്റായിട്ട് ഷൂട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കതിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നില്ല. നമ്മളൊരു പരസ്യം വർക്ക് ചെയ്യുന്നതിൽ നിന്ന് മാറിയിട്ട് ഇപ്പോഴത്തെ ഇപ്പോൾ ഈ കിഷ്കിന്ധാഖണ്ഡത്തിലൊക്കെ ഉണ്ടായിരുന്നത് പോലെ ഒരു ഭയങ്കര റീഡിസൈൻ പരിപാടി അന്ന് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഓൾമോസ്റ്റ് എഴുതിയ ഓർഡറിലൊക്കെ തന്നെയാണ് പടം ഇരിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു പ്രസ് മീറ്റിൽ ആസിഫൊക്കെ പേരെടുത്ത്, തലവൻ്റെ പ്രസ് മീറ്റാണെന്ന് തോന്നുന്നു, സൂര്യചേട്ടൻ്റെ പേരെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ആർട്ടിസ്റ്റ് ഇപ്പോൾ ആസിഫായിട്ടുള്ള എനിക്ക് തോന്നുന്നു ജിബിചേട്ടൻ്റെ എല്ലാ തലവൻ എല്ലാം ശരിയാവും, കിഷ്കിന്ധാഖണ്ഡം, ആസിഫ് ഖാൻ്റെ കൂടെ ഗസ്റ്റ് അപ്പിയറൻസ്, ആസിഫ് ആയിട്ടുള്ള ഒരു വ്യക്തിപരമായിട്ടുള്ള ബന്ധം വർക്ക് ചെയ്യുമ്പോൾ ഒരു എക്സ്പീരിയൻസ് എന്താ ശരിക്കും? വ്യക്തിപരമായിട്ടുള്ള ബന്ധം എന്നുള്ളതിനേക്കാൾ ലൊക്കേഷൻ എന്നുള്ള പരിചയം തന്നെയാണ്. ഞാൻ വെള്ളിമൂങ്ങ കഴിഞ്ഞിട്ട് പിന്നെ കാണുന്നത് കക്ഷിയാമണി പിള്ളയിലാണ്. വെള്ളിമൂങ്ങയിൽ കാണുന്ന ആസിഫ് അല്ലായിരുന്നു കക്ഷിയാമണി പിള്ളയിൽ. വെള്ളിമൂങ്ങയിൽ ഇങ്ങനെ ഭയങ്കര സൈലന്റ് ആയിട്ട് ഒരു കസേരയിൽ ഇരിക്കുന്ന ഒരാളെന്നുള്ളത് മാറിയിട്ട് മൊത്തം സെറ്റിനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ഒരു ചേഞ്ച് ആയിരുന്നു ആസിഫ്. അപ്പോൾ ആ ഒരു കമ്മ്യൂണിക്കേഷൻ ഈ പറഞ്ഞ പോലെ നടക്കാറുണ്ട്. പോസ്റ്റിലാണെങ്കിലും എഡിറ്റ് കണ്ടിട്ട് പുള്ളിയുടെ കമന്റ്സ് പറയാറുണ്ട്. പിന്നെ അധികം ഇടപെടുന്ന ആളുമല്ല എഡിറ്റിലൊന്നും അങ്ങനെ ഒട്ടും ഇടപെടുന്ന ആളല്ല. ജിബിച്ചേട്ടൻ്റെ കൂടെ പിന്നെ മുന്തിരിവള്ളികൾ തള്ളിയിരിക്കുമ്പോൾ അല്ലേ? അതെ അതെ, അത് കുറച്ചുകൂടെ വലിയ സിനിമയാണ്. ലാൽ സാർ, അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു? അതിൻ്റെ ഒരു പ്രത്യേകത ആദ്യത്തെ സിനിമ പോലെ അല്ല എന്നുള്ളതായിരുന്നു. ഒരു എന്താ പറയുക, അതിൻ്റെ കഥയ്ക്കൊരു പ്രത്യേകതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു ഭയങ്കര കമേഴ്ഷ്യൽ സബ്ജക്റ്റും അല്ല, ഒരു ഫാമിലി ഓറിയന്റഡ് സബ്ജക്റ്റ് തന്നെയാണ്. ഈ വെള്ളിമൂങ്ങയുടെ മാതിരി ഭയങ്കര കൗണ്ടർ ടു കൗണ്ടർ കോമഡികളോ അങ്ങനത്തെ പരിപാടിയല്ല, കുറച്ചും കൂടി ഇമോഷണൽ പരിപാടിയാണ്.
അപ്പോൾ അത് വേറൊരു ആദ്യത്തെ പ്രൊജക്റ്റിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു പരിപാടിയാണെന്നൊരു തോന്നലുണ്ടായിരുന്നു. അതായത് ഒന്നുകൂടി സിനിമയാണ് അല്ലേ? അതെ അതെ അതെ. ഒരു വലിയ ആർട്ടിസ്റ്റ് വരുന്നു, മലയാളത്തിൽ ഇന്ത്യയിലെ തന്നെ വലിയ ആർട്ടിസ്റ്റ് വരുന്നു. ഓക്കെ, ബാക്ക് ടു കിഷ്കിന്ധാകാന്ഡം. കിഷ്കിന്ധാകാന്ഡത്തിന് കിട്ടിയിട്ടുള്ള ഒരു ഏറ്റവും രസമുള്ള ഒരു അപ്രീസിയേഷനോ അല്ലെങ്കിൽ റൈറ്റപ്പോ എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കിഷ്കിന്ധാകാന്ഡത്തിന് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്, പറഞ്ഞ എന്താ പറയുക, ഡീറ്റെയിൽ ആയിട്ട് തന്നെ റിവ്യൂസ് പറയുന്നുണ്ട്. കുറേ ഡയറക്ടേഴ്സ് വിളിച്ചു, എഡിറ്റേഴ്സ് വിളിച്ചു. എനിക്ക് മലയാളത്തിലെ കുറേ എഡിറ്റേഴ്സ് വിളിച്ച് സംസാരിച്ചു. അതുപോലെ റൈറ്റേഴ്സ് വിളിച്ചു, കുറേ റൈറ്റേഴ്സ് വിളിച്ചിരുന്നു. അപ്പോൾ ഇന്നലെ എൻ്റെ VM ദേവദാസ് എന്ന് പറഞ്ഞിട്ട് റൈറ്ററുണ്ട്, പുള്ളി എൻ്റെ ക്ലാസ്മേറ്റാണ്. അപ്പോൾ പുള്ളി കാണാൻ പറ്റിയിരുന്നില്ല. പുള്ളി ഇന്നലെ കണ്ടിട്ട് പറഞ്ഞൊരു കമൻറ്റ് ഭയങ്കര രസമായിരുന്നു. അതായത് പുള്ളിക്ക് പടം ഇഷ്ടപ്പെട്ടു, അവസാനത്തെ ഒരു 10-20 മിനിറ്റ് നമ്മളെ ഭയങ്കരമായിട്ട് എൻഗേജ് ചെയ്യിപ്പിച്ചു. പിന്നെ നല്ല പുള്ളി പറഞ്ഞ വാചകം ഇതാണ്, അതായത് നല്ല ഫോക്കസ് ഉണ്ടായിരുന്നു, നിങ്ങൾ പറയാൻ ശ്രമിച്ച സംഗതിക്ക് നല്ല ഫോക്കസ് ഉണ്ടായിരുന്നു. അത് വളരെ എന്താ പറയുക, വളരെ സിമ്പിളായിട്ട് നമുക്ക് മനസ്സിലായി. അപ്പോൾ പുള്ളി പറഞ്ഞൊരു ഉപമ ഇതാണ്, അതായത് ഇപ്പോൾ ബഷീറിൻ്റെ നോവൽ വായിക്കാൻ നമുക്ക് ഭയങ്കര രസമാണ്, ഭയങ്കര സിമ്പിൾ ലാംഗ്വേജ് ആണ്, ഭയങ്കര സിമ്പിളാണ്. പക്ഷെ അത് എഴുതാൻ അത്ര എളുപ്പമല്ല എന്നാണ് പുള്ളി പറയുന്നത്. പുള്ളി റൈറ്റർ ആയതുകൊണ്ടാണ് പുള്ളി അത് പറയുന്നത്. അതുപോലെ അത്രയും സിമ്പിളായിട്ട് എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അപ്പോൾ നിങ്ങൾ സിനിമ എന്താ പറയുക, വളരെ വ്യക്തമായിട്ടും ഫോക്കസോട് കൂടിയിട്ട് നിങ്ങൾ അവതരിപ്പിച്ചു, മീൻസ് ആ കഥ കമ്മ്യൂണിക്കേറ്റ് ചെയ്തു, അത് അതുപോലെ പറയാന്നുള്ളതൊരു ടാസ്ക്കാണ് എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതൊരു എന്താ പറയുക, നല്ല കമൻ്റായിട്ട് തോന്നി. ഓക്കെ, സൂര്യേട്ടാ, ഇപ്പോൾ നമ്മളൊരു സിനിമ കഴിഞ്ഞ് ഫുട്ടേജ് കയ്യിലെത്തുന്നു, അതിൻ്റെ ഒരു ഫസ്റ്റ് കട്ടിലേക്ക് അല്ലെങ്കിൽ ഒരു ഫൈനൽ കട്ടിലേക്ക് എത്തുന്ന ഒരു പ്രോസസ്സ് എത്ര സമയം, അതിൻ്റെ ഒരു പ്രോസസ്സ് എന്താണ്? നോർമലി ഇപ്പോൾ ഷൂട്ട് തുടങ്ങി ഒരു 5-10 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഫുട്ടേജ് വന്നു തുടങ്ങും, കണ്ടന്റ് വന്നു തുടങ്ങും. നമ്മളപ്പോൾ തന്നെ ഫസ്റ്റ് കട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം റിലീസ് മീൻസ് ഒരു ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നോർമലി ഷൂട്ട് കഴിഞ്ഞ് എന്താ പറയുക ഒരു 10-20 ദിവസത്തിനുള്ളിൽ നമ്മൾ ഡബിനുള്ള ഒരു കണ്ടന്റ് റെഡി ആകും. ചിലപ്പോൾ നേരെ മറിച്ച് ആദ്യമേ തന്നെ റിലീസ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുള്ള, ഇപ്പം പൊതുവെ അങ്ങനെ നടക്കാറില്ല, പണ്ടായിരുന്നു അങ്ങനെ നടന്നിരുന്നു. അപ്പോൾ നോർമലി ഷൂട്ടിൻ്റെ ഒപ്പം തന്നെ ഡബിനുള്ള കണ്ടന്റ് റെഡിയാക്കും. അപ്പോൾ അവർ ഷൂട്ടിൻ്റെ ക്രൂ, ഇപ്പോൾ അസോസിയേറ്റും അസിസ്റ്റൻസും ഒക്കെ ഷൂട്ട് കഴിഞ്ഞോടുകൂടി തന്നെ വന്ന് നേരെ ഡബിങ് സ്റ്റാർട്ട് ചെയ്യാവുന്ന രീതിയിൽ, അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ തീർക്കും. നമ്മൾ ആദ്യം ഡബ് കട്ടാണോ? ഡബ് കട്ടാണ് ചെയ്യുന്നത്. അത് കുറച്ച് ലൂസ് കട്ടായിരിക്കും, കാരണം ഒന്ന് ആർട്ടിസ്റ്റിനൊക്കെ ഡബ് ചെയ്യാൻ കുറച്ച് ബ്രീത്തിങ് സ്പേസ് ഒക്കെ വേണ്ടി വരും. ഭയങ്കര കുറച്ച് ക്യൂ ഒക്കെ വെച്ചിട്ടേ ചെയ്യുള്ളൂ, അധികം ഓവർലാപ്പുകളൊന്നും ഇല്ലാതെ. അതൊക്കെ നമ്മൾ ഓവർലാപ്പൊക്കെ മുന്നേ കണ്ടിട്ടാണ് നമ്മൾ മീൻസ് ആ ക്യൂ ഇടുന്നത്. ഇപ്പോൾ ഓപ്പോസിറ്റ് റിയാക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ റിപ്പീറ്റ് ഒക്കെ ആയിരിക്കും ഡബ് കട്ടിന് പോകുന്നത്. അപ്പോൾ ഡബ് ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ ആർട്ടിസ്റ്റിന് ചിലപ്പോൾ ഭയങ്കര കംഫർട്ട് കുറവായി. അങ്ങനെ ഒരു ലൂസ് കട്ടാണ് ചെയ്യണത് ഫസ്റ്റ്. അതെ, ദെൻ ഡബിങ് കഴിഞ്ഞതിന് ശേഷം ആണ് ഈ ഫൈനൽ ട്രിമ്മിങ് എന്നുള്ള പ്രോസസ് നടക്കുന്നത്. ഗ്രാഫിക്സും ആ സെഗ്മെന്റ് കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ പാരലലി ഇവിടെ പണി നടക്കുന്നുണ്ട്. ഇല്ല, ഡബ് കട്ട് ഒരു റീല് പോയി കഴിഞ്ഞാൽ പിന്നെ ഡബ് കഴിഞ്ഞിട്ടേ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നു. അത് കഴിഞ്ഞ് ഡബ് കഴിഞ്ഞതിന് ശേഷമാണ് ഫൈനൽ ട്രിമ്മിങ്. ഫൈനൽ ട്രിമ്മിങ്ങിലാണ് നമ്മൾ ഈ ഫൈനൽ മ്യൂസിക് എല്ലാം ചേർത്ത് RR കമ്പോസ് ചെയ്യുന്നത് ശരിക്കും അത് കഴിഞ്ഞിട്ടാണ്. ഇപ്പം നമ്മൾ എന്താ വെച്ചാൽ RR കമ്പോസിങ് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഒന്നുകൂടി ഫൈൻ ട്യൂൺ ചെയ്തിട്ടാണ് DAയ്ക്കും പരിപാടികൾക്കൊക്കെ പോകുന്നത്. ഓക്കെ, ഒരു നോർമൽ സിനിമ എഡിറ്റിംഗ് ടേബിളിൽ നിന്ന് പുറത്തിറങ്ങാൻ എത്ര സമയം എടുക്കും? ഞാൻ എല്ലാം കറക്റ്റ് ടൈമിൽ നടത്താം, ഡിലേ ഒക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഇപ്പോൾ എഡിറ്റിംഗ് ടേബിളിൽ എത്ര? സാധാരണ എന്താ പറയുക, വലിയ VFX ഒന്നും ഇല്ലാത്ത സിനിമയൊക്കെ ആണെങ്കിൽ എനിക്കൊരു 3.5-4 മാസം മൊത്തം പോസ്റ്റ് പ്രൊഡക്ഷൻ സിനിമ കഴിഞ്ഞ് ഒരു റിലീസിംഗിലേക്ക് എത്തണമെങ്കിൽ നോർമലി ഇത്ര സമയം ഉണ്ടെങ്കിൽ നല്ല 4 മാസമൊക്കെ. 4 മാസം എഡിറ്റിംഗ് ടേബിളിൽ മാത്രം, എഡിറ്റിംഗ് പ്രോസസ്സ് മാത്രമാണെങ്കിലും? എഡിറ്റിംഗ് മാത്രം ശരിക്കും ഫൈനൽ ട്രിമ്മിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു 15-20 ദിവസമൊക്കെ മതിയാവും ശരിക്കും. ഓക്കെ. ഈ ജോണർ മാറുന്ന അനുസരിച്ച്, ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ മുന്തിരിവള്ളികൾ തെളിർക്കുമ്പോൾ അല്ല തലവൻ എന്ന് പറയുന്നത്, തലവനല്ല ശരിക്കും വെള്ളിമൂങ്ങ എന്ന് പറയുന്നത്, അതല്ല സാൾട്ട് മാംഗോ ട്രീ എന്ന് പറയുന്നത്. ഇതിലെ ജോണർ വ്യത്യാസം വരുമ്പോൾ അതിലേക്കുള്ള ഒരു എഡിറ്ററുടെ അപ്രോച്ച് മാറുമല്ലോ. ആ വ്യത്യാസം എന്താ ശരിക്കും? അതിനെങ്ങനെയാ അപ്പോൾ ആസ് എ എഡിറ്റർ അപ്രോച്ച് ചെയ്യുന്നത് എങ്ങനെയാ ഈ വ്യത്യസ്ത ജോണർ സിനിമ? ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വെള്ളിമൂങ്ങയുടെ കണക്ഷൻ ആയിട്ടാണ് എനിക്ക് ഈ മുന്തിരിവള്ളികൾ വരെയുള്ള അല്ലെങ്കിൽ 2020 വരെയുള്ള സിനിമകളെല്ലാം അതിലേക്ക് വർക്ക് ചെയ്ത് വരുന്നവരോ അല്ലെങ്കിൽ അതുപോലത്തെ സ്ക്രിപ്റ്റുകളാണ് വന്നിരുന്നത്. അത് ഏകദേശം ഒരേ പാറ്റേൺ. അങ്ങനെയല്ല, ഒരു ഫാമിലി കണ്ടന്റ് ഉള്ള അതല്ലെങ്കിൽ കോമഡി കണ്ടന്റ് അങ്ങനെയൊക്കെയാണ് വന്നിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് വന്നതായിരുന്നു എനിക്ക് തോന്നുന്നു. ആ സീരീസിൽ പെട്ട ആദ്യത്തെയാണ് ഇപ്പോൾ പെൻഡിലും, തലവൻ, ഈ കിഷ്കിന്ധാകാന്ഡമൊക്കെ.
അപ്പോൾ ഉറപ്പായിട്ടും പ്രിപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ നമ്മളോട് കഥ പറയുമ്പോൾ തൊട്ട് നമ്മൾ പിന്നെ അതുപോലത്തെ കണ്ടന്റുകൾ ശ്രദ്ധിച്ചു തുടങ്ങുന്നു. പിന്നെ കിഷ്കിന്ധാണ്ടത്തിലൊക്കെ ഉറപ്പായിട്ടും ബാഹുലും ദിഞ്ചിത്തും ഒക്കെ അത്യാവശ്യം നല്ല സിനിമ റെഫറൻസ് ഉള്ള ആൾക്കാരാണ്. ബാഹുല് നല്ല വായനയുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർ കൃത്യമായിട്ട് ഓരോ സീനിനും അവർക്ക് അതിൻ്റെ മൂഡ് ഇങ്ങനെയാണ്, അതല്ലെങ്കിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന രീതി ഇങ്ങനെയാണെന്നുള്ളൊരു ധാരണയുണ്ട്. അപ്പോൾ അത് അവർ കൃത്യമായിട്ട് നമ്മളെ ഫീഡ് ചെയ്തിരുന്നു. അതിന് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ നമ്മളെ കാണിക്കാനും നിർബന്ധപൂർവ്വം കാണിച്ചിരുന്നു ചിലതൊക്കെ. അപ്പോൾ അവരുടെ ഇൻപുട്ടും ഉണ്ട് അതിൽ. ഈ അപ്രോച്ച് ചേഞ്ചാണ് ഞാൻ ചോദിച്ചത്. അതായത് ഡിഫറെന്റ് ജോണർ വരുന്ന സമയത്ത് അപ്രോച്ചിൽ ഉണ്ടാവുന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ എന്തൊക്കെയായിരിക്കും? ഇപ്പോൾ ത്രില്ലർ ചെയ്യുന്ന ആയിരിക്കില്ലല്ലോ. അങ്ങനെ അല്ല, അത് എനിക്ക് തോന്നുന്നു നമ്മൾ ഒരു ഫസ്റ്റ് കട്ട് കഴിയുമ്പോൾ നമ്മൾ ഏറെക്കുറെ ആ ഒരു ധാരണയിലെത്തും. അതായത് സിനിമയുടെ പോക്ക് അല്ലെങ്കിൽ ഇതിന് വേണ്ട ഒരു പേസ് എന്നുള്ളൊരു ധാരണയുണ്ടല്ലോ. അത് ആദ്യമേ നമ്മൾ അതിലേക്ക് എത്താതെ ഞാൻ ഗ്രാജുവലി ആണ് അതിലേക്ക് എത്താറെന്ന് തോന്നുന്നത്. ഓക്കെ, ഈ സഡൻ ആയിട്ട് പ്ലേസ് ചെയ്യുന്ന സിനിമ എഡിറ്റർ പെട്ടെന്ന് തീരുമാനിക്കുന്ന ചില സിനിമകളുണ്ടാവും. ഇപ്പോൾ ആൾ മാറി വരിക അല്ലെങ്കിൽ അപ്പോൾ അതിന് ഇപ്പോൾ സൂര്യചേട്ടൻ സ്വയം ടൈം ചോദിച്ചെടുക്കാറുണ്ടോ? എനിക്ക് ഇത്ര സമയം വേണം എന്ന്, അല്ലെങ്കിൽ അതെങ്ങനെ അതിൽ ഇൻവോൾവ് ആകാൻ നമുക്കൊരു സമയം വേണ്ടി വരില്ല, അതിനെങ്ങനെ മാനേജ് ചെയ്യും? ചില സീക്വൻസുകൾ ഇപ്പോൾ എനിക്ക് തോന്നാറുണ്ട്. അതായത് ഇവരില്ലാതെ, അതായത് ഡയറക്ടറും റൈറ്ററും ഒന്നും ഇല്ലാതെ ചില സീക്വൻസ് നമുക്ക് ഫ്രീ ആയിട്ടൊന്ന് വർക്ക് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഓൾറെഡി എഴുതി വെച്ചേക്കുന്നതല്ലാത്ത ഒരു വേർഷൻ നമുക്ക് ചിലപ്പോൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ സീക്വൻസുകളിൽ നമ്മൾ ചോദിക്കാറുണ്ട്. അതായത് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എത്ര സമയം വേണം, അതല്ലെങ്കിൽ ഒന്ന് ഫ്രീ ആയിട്ട് വിട്ടാൽ നമുക്ക് വേറൊരു പരിപാടി ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നേരത്തെ പറഞ്ഞു സിനിമ ആഗ്രഹിച്ച സിനിമയിലേക്ക് വന്നല്ല, സിനിമയോ അങ്ങനത്തെ ഒരു ഇത് ഗ്രാജുവലി എത്തപ്പെട്ടാന്ന് പറഞ്ഞു. ഒരു മൊമെന്റ് പോലും സിനിമ എന്ന് പറയുന്ന വർക്ക് ചെയ്യുന്ന സമയത്ത് അങ്ങനെ ഒരു മനസ്സിലില്ല. നമ്മൾ എൻട്രി ചെയ്യുന്ന സമയത്ത് നമുക്ക് അങ്ങനെ ഒരു മോഹമില്ല ശരിക്കും. ഒരു ഫിലിം എഡിറ്റർ ആവണം എന്നില്ല. എൻട്രി ചെയ്യുന്ന സമയത്തല്ല, കുറച്ച് കാലം കഴിഞ്ഞിട്ട് പോലും നമ്മളോട് ആൾക്കാർ ചോദിക്കും സിനിമയ്ക്ക് എഡിറ്റ് ചെയ്യാറായോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല, ആയിട്ടില്ല എന്ന് പറയും. അപ്പോൾ അത് ഒരു സമയം കഴിഞ്ഞിട്ടാണ്. നമ്മളിപ്പോൾ കുറേ പരസ്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് നമുക്ക് സിനിമയിൽ അസിസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് തോന്നി തുടങ്ങി. ആ സമയത്ത് പക്ഷേ അവസരമില്ലായിരുന്നു. നമ്മൾ പിന്നെ സിനിമയിൽ നിന്നൊക്കെ വിട്ടുപോയായിരുന്നു. അപ്പോൾ പിന്നെ കരിയറിൽ സിനിമ ഉണ്ടാവില്ല എന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. പിന്നെ ഏത് മൊമെന്റിൽ അത് റിയലൈസ് അല്ലാതെ അത് ഉറപ്പായിട്ടും ഞാൻ സിനിമ ചെയ്യാൻ കാരണം ഉറപ്പായിട്ടും ജിബു ജേക്കബാണ്. ആ വെള്ളിമൂവ എന്നുള്ള പ്രൊജക്റ്റാണ് ഉറപ്പായിട്ടും സിനിമയിൽ വരാൻ കാരണം. അത് സംഭവിച്ചില്ലേ, വഴിമാറി പോയാനല്ലേ? എന്തെങ്കിലും സംഭവിക്കുമെന്ന് അറിയില്ല, പക്ഷെ ഈ പറഞ്ഞ പോലെ ഈസി ആക്കിയത് അതാണ്. നമ്മുടെ കരിയറിലൊരു ടേൺ ഉണ്ടാക്കിയത് ഉറപ്പായിട്ടും വെള്ളിമൂവ തന്നെയാണ്. പരസ്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ 1000 പരസ്യങ്ങൾ ചെയ്തല്ലേ? ഏതൊക്കെ സെലിബ്രിറ്റീസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്? ശരി, നാഷണൽ ബ്രാൻഡുകളിൽ വർക്ക് ചെയ്തപ്പോൾ കുറേ വർക്ക് ചെയ്തിട്ടുണ്ട്. അതായത് ഇപ്പോൾ പാരഗൺ എന്നുള്ള ബ്രാൻഡിന് വേണ്ടി ഹൃതിക് റോഷൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ജോയ ലുക്കാസിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വലിയ ക്യാമ്പയിൻ ഉണ്ടായിരുന്നു. അതായത് 4 ലാംഗ്വേജിലേക്കുള്ളത്. ഇമേജസ് ആഡ് ഫിലിംസ് ആണ് ചെയ്തത്, ദീപു ഷിബോന്തിക്കാട്. അതിൽ മലയാളത്തിൽ നിന്ന് സുരേഷ് ഗോപി ആയിരുന്നു, തമിഴിൽ നിന്ന് മാധവൻ, തെലുങ്കിൽ നിന്ന് അല്ലു അർജുനായിരുന്നു, കന്നഡയിൽ കിച്ച സുദീപായിരുന്നു. അതൊരു വലിയ ഒരു 16 ദിവസത്തെ ഏകദേശം ഒരു സിനിമ പോലത്തെ ഒരു ഷൂട്ടായിരുന്നു. ഓരോ ലാംഗ്വേജിൽ 4 ദിവസം 5 ദിവസം എന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത്തെ എനിക്കൊരു ലൊക്കേഷനിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ട്. അതായത് ഞാൻ അതിൻ്റെ സ്പോട്ട് എഡിറ്റിങ് ചെയ്തിരുന്നു ആ കമ്മീഷനിൽ. അപ്പോൾ അന്ന് ഞാൻ അല്ലു അർജുൻ ആഡിൻ്റെ എഡിറ്റ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അല്ലു അർജുൻ്റെ ഒരു ഫാമിലി സുഹൃത്ത് വന്നിട്ട് പുള്ളിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലു അർജുൻ വിളിച്ച് കാണിച്ചു കൊടുക്കുന്നതാണ്. ബാഹുബലി റിലീസായപ്പോഴാണ് മനസ്സിലായത് അത് പ്രഭാസായിരുന്നു അന്ന് വന്നത്. ഓ, അടിപൊളി. അന്നറിയില്ല നമുക്ക്. അത് എനിക്കറിയില്ലായിരുന്നു അത് പ്രഭാസ് എന്ന് പറയുന്ന ആക്ടറാണെന്നും. പ്രഭാസ് അഭിനയിച്ചു തുടങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു അന്ന് ആ സമയത്ത്. പക്ഷെ പുള്ളിക്ക് ഇങ്ങനത്തെ ഒരു പരിവേഷം വന്നില്ല. കുറെ കാലത്തിന് ശേഷമാണ് ഞാൻ ആ പഴയ ഫോട്ടോ എടുത്തു. ഫോട്ടോ കയ്യിലുണ്ടോ? ഉണ്ട്, ഫോട്ടോ കയ്യിൽ. അടിപൊളി. അങ്ങനെയാണ് സിനിമ നമ്മളെ സർപ്രൈസ് ചെയ്യിപ്പിക്കുന്നത്. അതെ അതെ അതെ. ഈ കിഷ്കിന്ധാകാന്ഡത്തിൽ തന്നെ ഇപ്പോൾ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ അടിക്കും, അല്ലെങ്കിൽ അങ്ങനെ ചില പോയിന്റ്സ് നോട്ട് ചെയ്യുമല്ലോ. അപ്പൊ അതുപോലെ തിയേറ്ററിൽ വർക്കായെന്ന് തോന്നുന്നുണ്ടോ? ക്ലൈമാക്സ് തന്നെയാണ്. അതായത് അതൊരു ഹൈ പോയിന്റ് ആയിരുന്നു. അത് ഇമോഷണലി കണക്ട് ആയി കഴിഞ്ഞാൽ പടം വർക്കാവും. കാരണം അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അവിടുത്തെ പെർഫോമൻസും അത്ര എന്താ പറയുക, ഭയങ്കര ഗംഭീര പെർഫോമൻസ് ആണ്. അപ്പോൾ അത് നമുക്ക് ഈ ഫീഡ്ബാക്സ് കിട്ടുമ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ടൊരാൾ പറഞ്ഞു, തിയേറ്ററിൽ നിന്ന് കുറച്ച് പേര് ഫിലിം കഴിഞ്ഞിട്ടും ഇറങ്ങാതിരിക്കുന്നുണ്ട് ചിലർ. അതിൽ നിന്നൊന്നും ഇങ്ങനെ എന്താ പറയുക, ആ ഇമോഷനിൽ നിന്ന് ഡിസ്ട്രാക്ട് ആവുന്നില്ല. അപ്പോൾ ഈ പറഞ്ഞതുപോലെ എത്ര 25ഓളം സിനിമകൾ ചെയ്തു അല്ലേ? ഏതൊക്കെ ഇനിയിപ്പം അടുത്ത സിനിമ? നിലവിലിപ്പോൾ തീർന്നിരിക്കുന്നത് വടക്കൻ എന്ന് പറഞ്ഞൊരു പ്രൊജക്റ്റ് തീർന്നിരിക്കുന്നുണ്ട്.
അതും 2022 അവസാനം 2023 ആദ്യത്തിൽ തീർന്നതാണ്. കുറച്ചൊരു എക്സ്പെരിമെൻ്റൽ പ്രൊജക്റ്റാണ്. അത് ഡയറക്റ്റ് ചെയ്തത് സജീദ് എന്ന് പറഞ്ഞിട്ട്, സജീദ് ബോംബെയിലാണ്. അതിൻ്റെ സൗണ്ട് ഡിസൈൻ റസൂൽ ബോഗുറ്റിയാണ്. അതിൻ്റെ DOP കെയ്ക്കോ എന്ന് പറഞ്ഞിട്ട് മേരി കോം ഒക്കെ ചെയ്ത കെയ്ക്കോ ആണ് സിനിമാറ്റോഗ്രാഫി ചെയ്തേക്കുന്നത്. മൊത്തത്തിൽ കുറച്ചൊരു സ്ഥിരം കാണുന്ന പാറ്റേണിൽ നിന്ന് മാറിയിട്ടുള്ള ഒരു സിനിമയാണ്. അതാണ് അടുത്ത പരിപാടി. കുറച്ച് ഫെസ്റ്റിവലുകളിലൊക്കെ അവർക്ക് പ്രസൻസ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി. ഓക്കെ, ഈ വർഷം തന്നെ റിലീസ് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ പറഞ്ഞതുപോലെ ഭാവി സിനിമകൾ ഗംഭീരമാവട്ടെ, ഗംഭീരാവും. ജോണറുകൾ മാറി സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. താങ്ക് യു.